Good morning. Good morning, Miss. Good morning, Miss. Morning. Okay. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എവിടെ വരെയായിരുന്നു? Three types of purchase in hospital അല്ലെ? ഏതൊക്കെയായിരുന്നു 3 types of purchase? ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയായിരുന്നു? 3 ടൈപ്സുകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? Local purchase, purchase from supplier, import purchase from supplier. ഓക്കെ, എന്തായിരുന്നു ഇമ്പോർട്ട് പർച്ചേസ് എന്ന് പറഞ്ഞാല്? Purchase of the goods from foreign country. ഓക്കെ, എന്താ മനസ്സിലായേ? foreign countries in import ചെയ്യണതാണ്. ഓക്കെ, ഇനി എന്തായിരുന്നു ലീഡ് ടൈം? ലീഡ് ടൈം, വാട്ട് യു മീൻ ബൈ ലീഡ് ടൈം? Time between ordering the material and getting into the department. എന്താ മനസ്സിലായേ? സാധനം ഓർഡർ കൊടുത്തിട്ട് നമ്മുടെ ഒരു സാധനം ഓർഡർ ചെയ്തത് ഓർഡർ എടുക്കുന്ന സമയം. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നെഗോഷിയേഷൻ ഈസ് എ two-way communication between buyer and seller. നമുക്കറിയാം അല്ലെ, നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാല് എന്തായിരുന്നു മീനിങ്? എന്താ നെഗോഷിയേഷൻ? ചർച്ച നടത്തുന്നത് അല്ലെ, അല്ലെങ്കിൽ ഉടമ്പടി, കരാറ് എന്നൊക്കെ പറയാം നമുക്ക്. അപ്പോ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർലൈൻ ചെയ്ത് വെച്ചേ, two-way communication ആണ് അല്ലെ. രണ്ടാളുകൾ തമ്മിൽ പരസ്പരം ആശയവിനിമയം നടത്തുന്നതിനെയാണ് നമ്മൾ നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? സപ്ലയറും ഉണ്ട്, ബയറും ഉണ്ട്. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. നെഗോഷിയേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ ഡിസ്കഷൻ ഓഫ് on the business transaction leading to finalization of purchase and sales contract of goods and services. അപ്പൊ എന്താണ് നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാല്? ഡിഫൈൻ ആസ് ദ ഡിസ്കഷൻ ഓൺ എ ബിസിനസ് ട്രാൻസാക്ഷൻ ആണ് അല്ലെ. ആരൊക്കെ തമ്മിലുള്ള ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്? ബയറും ഉണ്ടാവും, സെല്ലറും ഉണ്ടാവും. അതുപോലെ തന്നെ അവര് പരസ്പരം കൈമാറുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഒരു അന്തിമ തീരുമാനം എടുക്കുന്ന ഒരു കോൺട്രാക്ട് ആണെന്ന് പറയാൻ പറ്റും അല്ലെ, അല്ലെങ്കിൽ ഒരു കരാറാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. ഗുഡ്സ് ആൻഡ് സർവീസസുകള് ബയറും സെല്ലറും പരസ്പരം കൈമാറുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്തിമ തീരുമാനം, ഫൈനലൈസേഷൻ എന്ന് പറഞ്ഞാല് അന്തിമ തീരുമാനം എടുക്കുന്നതിനെയാണ് നമ്മള് ഈ നെഗോഷിയേഷൻ, കരാറ്, ചർച്ച എന്ന് പറയുന്നത്. നെഗോഷിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ. എന്താണ് നെഗോഷിയേഷൻ? ചർച്ച എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഹ്യൂമൻ ബിഹേവിയറിനെ അല്ലെ, മനുഷ്യ സ്വഭാവത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഇനി നോക്കിയേ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് നെഗോഷിയേറ്റർ ഓർ നെഗോഷിയേറ്റിംഗ് ടീം. എന്താണ് ഗുഡ് നെഗോഷിയേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് നോക്കിയേ. ഫസ്റ്റ് വൺ നോക്കാം. മസ്റ്റ് ഹാവ് എ ഗുഡ് നോളജ് ഓഫ് പർട്ടിക്കുലർ മെറ്റീരിയൽ അല്ലെ.
നമ്മള് ഒരു ഉടമ്പടിയിൽ അല്ലെങ്കിൽ ഒരു ചർച്ചയിൽ ഏർപ്പെടുമ്പോ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ആ പർട്ടിക്കുലർ നമ്മൾ എന്ത് മെറ്റീരിയലിനെ കുറിച്ചാണോ നമ്മള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അവയർനെസ് അല്ലെ, നോളജ് നമുക്ക് വേണം ഇല്ലേ? ഓക്കെ, അപ്പൊ എന്താണ്? ഇറ്റ് മസ്റ്റ് ഹാവ് എ ഗുഡ് നോളജ് ഓഫ് പർട്ടിക്കുലർ മെറ്റീരിയൽ. പർട്ടിക്കുലർ മെറ്റീരിയലിനെ കുറിച്ചിട്ടുള്ള ഗുഡ് നോളജ് ഉണ്ടായിരിക്കണം. ആർക്കാണ്? ഗുഡ് നെഗോഷിയേറ്റർക്ക്. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും മീനിങ്? എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ എന്താണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഫ്ലുവന്റ് ആയിരിക്കണം അല്ലെ? ഓക്കെ, വെരി ഗുഡ്. നല്ല രീതിയിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അറിയണം. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഇനി എന്താണ്? ബോത്ത് ഒഫൻസീവ് ആൻഡ് ഡിഫെൻസീവ് സ്റ്റൈൽ എന്തായിരിക്കാം? ഒഫൻസീവ് അല്ലെങ്കിൽ ഡിഫെൻസീവ് എന്ന് പറഞ്ഞാല്, ഒഫൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒഫൻസീവ് എന്ന് പറഞ്ഞാല് അനുകൂലിക്കുക അല്ലെ? ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒഫൻസീവ് എന്ന് പറഞ്ഞാല്, അങ്ങനെ ഡിഫെൻസീവ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞാല് നമ്മളിപ്പോ ഒരു പരസ്പരം എന്താണ് പയ്യരും സെല്ലറും തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു കരാർ വെക്കുമ്പോ അവര് ചിലപ്പോ ഒരാള് പറയുന്നത് ഒരാൾക്ക് ചിലപ്പോ എന്താണ് കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്കുകളൊക്കെ വരാം. ചിലപ്പോ ഒരാൾ തയ്യാറാവില്ല, കരാറിന് തയ്യാറാവില്ല, ചിലപ്പോ ആക്രമണസക്തരാകുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോ എന്താണ് ഒരു പ്രതിരോധാത്മകമായിട്ടുള്ള അങ്ങനെ നിയമപരമായ ഓക്കെ. അപ്പൊ അങ്ങനെ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ആക്രമണങ്ങളും ഒന്നും ഉണ്ടാക്കാത്ത രീതിയിൽ വേണം നമ്മൾ ചർച്ച നടത്താനായിട്ട്. മനസ്സിലായോ? ചിലപ്പോ ഒരാൾ പറയുന്നത് ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ എന്താണ്? നിങ്ങളിപ്പോ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? തർക്കങ്ങളൊക്കെ വരുമ്പോ എന്താണ്? ചിലപ്പോ കുത്തി പരിക്കേൽപ്പിക്കുക, അല്ലെങ്കിൽ ഇടിച്ച് അല്ലെ മർദ്ദിക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ? അതുപോലെ ഈ ചർച്ചകളൊക്കെ വരുമ്പോ ഇങ്ങനെ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ വേണം നമ്മൾ ചർച്ച നടത്താനായിട്ട്. ആക്രമണങ്ങളൊന്നും ഉണ്ടാക്കാതെ, അതുപോലെ തന്നെ എന്താണ് പ്രതിരോധാത്മകമായ രീതിയിലൊന്നും ആവരുത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി എന്താണ്? ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ എന്തായിരിക്കാം? ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ എന്ന് പറഞ്ഞാല് എന്തായിരിക്കാം? മറ്റുള്ളവരുമായിട്ട് നമ്മൾ ചർച്ച നടത്തുമ്പോൾ അത് ക്ലിയർ ആയിട്ട് കേൾക്കുകയും അതുപോലെ തന്നെ അവർക്ക് ഉചിതമായിട്ടുള്ള മറുപടി പറയാനായിട്ട് കഴിവുള്ള ആളുകളുമായിരിക്കും അല്ലെ? ബുദ്ധിപരമായിട്ട് ഓക്കെ, റാപ്പിഡ് ആയിട്ട് ചിന്തിക്കാനായിട്ട് അല്ലെ? അപ്പൊ എന്താണ്? നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് മറ്റുള്ളവര് പറയുന്നത് എന്താണോ അത് ക്ലിയർ ആയിട്ട് കേൾക്കുകയും മറ്റുള്ളവരുമായിട്ട് നമ്മൾ ചർച്ച നടത്തുമ്പോൾ അവര് പറയുന്ന അത് പെട്ടെന്ന് ഒരു ആൻസർ പറയാനായിട്ട് കഴിവുള്ള ആളായിരിക്കണം. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ്. എന്താണ് ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറഞ്ഞാല്? ഇന്റർപേഴ്സണൽ സ്കിൽസ്, ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്തായിരുന്നു? മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനായിട്ടുള്ള കഴിവുള്ള ആളായിരിക്കണം. അങ്ങനെ അതാണ് ഇന്റർപേഴ്സണൽ സ്കിൽസ്. മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. ഇനി എന്താണ്? നോളജ് അബൌട്ട് ലോ ഓഫ് കോൺട്രാക്ട്സ്, കോൺട്രാക്ടിങ്, എഗ്രിമെന്റ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിങ് അല്ലെ? നമ്മള് കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ലോ ഓഫ് കോൺട്രാക്ട്, അതുപോലെ തന്നെ എഗ്രിമെന്റ്, കോൺട്രാക്ട്, എഗ്രിമെന്റ്, അക്കൗണ്ടിങ്, പ്രൈസിങ്, ഇതിനെ കുറിച്ചിട്ട് നല്ലൊരു അവബോധം വേണം. ഇനി എന്താ? ലോജിക്കൽ തിങ്കർ. എന്തായിരിക്കാം ലോജിക്കൽ തിങ്കർ? ലോജിക്കലി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോജിക്കൽ തിങ്കർ യുക്തിപരമായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള ആളായിരിക്കണം. ഇനി എന്താണ്? ഗുഡ് ലിസണർ.
നമ്മളിപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളിപ്പോ ഒരാളുടെ വർത്താനം പറയുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മള് സംസാരിക്കുമ്പോ അയാള് ചിലപ്പോ നമ്മളെ നോക്കില്ല, മറ്റു പലയിടത്തേക്ക് നോക്കിയിട്ട് നമ്മൾ പറയുന്നത് ചിലപ്പോ കേൾക്കാനായിട്ട് തയ്യാറാവില്ല അല്ലെ. മറ്റു പല ചിലപ്പോ വഴി കൂടി ഒരാൾ പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അങ്ങോട്ട് നോക്കും. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്, അയാളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് അല്ലെ. ചില ആൾക്കാർ അങ്ങനെയാണ് ഇല്ലേ, കണ്ടിട്ടില്ലേ നിങ്ങള്? അപ്പൊ അങ്ങനെയൊന്നും ആവാതെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറായിട്ടുള്ള ആളായിരിക്കും. ഇനി ഒപ്റ്റിമിസ്റ്റിക് എന്താണത്? ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാല് ശുഭാപ്തി വിശ്വാസമുള്ള ആളായിരിക്കണം. ലാസ്റ്റ് പോയിന്റ് എന്താണ്? ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ. അറിയാൻ പറ്റുമല്ലോ അത്, ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ. എന്തായിരിക്കും ഹ്യൂമർ? എന്താ? കോമഡി അല്ലെ, തമാശ പറയാനായിട്ടുള്ള അല്ലെ, തമാശ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെൻസ് ചെയ്യാൻ അല്ലെങ്കിൽ തമാശ പറയാനായിട്ടുള്ള കഴിവുള്ള ആളായിരിക്കണം. അത് ശ്രമിക്കാനായിട്ടുള്ള പറയുന്നത് എന്താണോ തമാശയാണെങ്കിൽ അതും ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ആളായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കഴിവുകളുള്ള ആളായിരിക്കണം ആര്? നെഗോഷിയേറ്റർ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ, ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാവുന്നതാണ്. ഫസ്റ്റ് വൺ പറഞ്ഞത് മസ്റ്റ് ഹാവ് എ ഗുഡ് നോളജ് ഓഫ് എ പർട്ടിക്കുലർ മെറ്റീരിയലിനെ കുറിച്ച് നല്ല രീതിയിലുള്ള നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടത്താൻ കഴിവുള്ള ആളായിരിക്കണം. ഡിഫെൻസീവ് ആൻഡ് ഒഫെൻസീവ് സ്റ്റൈല് ഉണ്ടാവാൻ പാടില്ല അല്ലെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ആക്രമണാസക്തരോ അല്ലെങ്കിൽ പ്രതിരോധാത്മകമായിട്ടോ അങ്ങനെയുള്ള കഴിവുകളൊന്നും അങ്ങനെയുള്ള സ്റ്റൈലുകളൊന്നും നമ്മുടെ ചർച്ചയിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ റാപ്പിഡ് ആയിട്ട് തിങ്ക് ചെയ്യാനായിട്ടുള്ള കഴിവുള്ള ആളായിരിക്കണം. ഗുഡ് ഇന്റർപേഴ്സണൽ സ്കില്ലുള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ ലോ ഓഫ് കോൺട്രാക്ടിങ്, എഗ്രിമെന്റ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിങ് ഇതിനെ കുറിച്ചൊക്കെ നല്ല നോളജ് ഉള്ള ആളായിരിക്കണം. യുക്തിപരമായിട്ട് ചിന്തിക്കാനായിട്ടുള്ള കഴിവുള്ള ആളായിരിക്കണം. ഗുഡ് ലിസണർ ആയിരിക്കണം. ശുഭാപ്തി വിശ്വാസമുള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമറും ഉണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഗോഷിയേഷൻ. ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഗോഷിയേഷൻ ഫസ്റ്റ് നോക്കാം. ടു സേഫ് ഗാർഡ് ഓർഗനൈസേഷൻസ് ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾ. നമുക്കറിയാം എന്താണ്, ഇപ്പോ നമ്മളൊരു ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെയുള്ള നെഗോഷിയേഷൻ ചർച്ച നടത്തുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്തിനാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചർച്ച നടത്തുന്നത്? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഇൻട്രസ്റ്റും ഗോളും അച്ചീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സംരക്ഷിക്കാനായിട്ട് ഉള്ള തരത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ചർച്ച നടത്താൻ. മനസ്സിലായോ? നമ്മൾ ചർച്ച നടത്തുമ്പോ നമ്മളൊരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണ് ചർച്ച നടത്തുന്നതെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഗോളും സംരക്ഷിക്കുന്ന തരത്തിലായിരിക്കണം ചർച്ച നടത്തേണ്ടത്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ടു സേഫ് ഗാർഡ് ഓർഗനൈസേഷൻസ് ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾ. നമ്മളൊരു ഹോസ്പിറ്റലിനെ പറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചർച്ച നടത്തുന്നതെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റും ഗോളും അച്ചീവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ചർച്ച നടത്തേണ്ടത്, അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം ചർച്ച നടത്തേണ്ടത്. ഇനി നെക്സ്റ്റ് ആണ് പറയുന്നത് ടു സീ that the organizations is not in a disadvantageous position. ഇനി എന്താണ്, ചർച്ച നടത്തുമ്പോ പ്രതികൂലാത്മകമായിട്ടല്ല, അതുപോലെ തന്നെ എന്താണ്, അനുകൂലമായിട്ട് വേണം. പ്രതിരോധാത്മകമായിട്ടല്ല, അനുകൂലമായിട്ട് വേണം ചർച്ച നടത്തേണ്ടത്. നമ്മളൊരു ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ചർച്ചയിൽ ഏർപ്പെടുന്നതെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ വേണം, ഹോസ്പിറ്റലിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ചർച്ച നടത്താനായിട്ട്. ഇനി എന്താണ്, to ensure that the organizations get the all benefit which we can easily and competitively come to it in normal circumstances. എന്താ പറയുന്നത്, ചർച്ച നമ്മള് എന്താണ്, നമ്മളൊരു സാധനം കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈസിലി വേയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലേ ചർച്ച നടത്തുന്നത്. അങ്ങനെ ചർച്ച നടത്തുമ്പോ നമ്മൾ ചർച്ചകൾ തമ്മിൽ കമ്പയർ ചെയ്ത് സ്ഥാപനത്തിന് എന്ത് ചെയ്യണം,
ഗുണമുണ്ടാകുന്ന രീതിയിലായിരിക്കണം, സ്ഥാപനത്തിന് നമ്മുടെ ഹോസ്പിറ്റലിന് ബെനിഫിറ്റ് ആകുന്ന രീതിയിലായിരിക്കണം ചർച്ച നടത്താനായിട്ട്. ഓക്കെ, എല്ലാ ചർച്ചകളും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിന് അനുകൂലമായിട്ട് ഓരോ പോയിന്റ്സുകൾ തന്നെയാണ് പറയുന്നത് കേട്ടോ. ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലും അതുപോലെ തന്നെ അനുകൂലമാകുന്ന രീതിയിലും വേണം നമ്മൾ ചർച്ച നടത്താനായിട്ട്. To say that the distance future of the organization is not bargained for the present. ഇനി നമ്മൾ ചർച്ച നടത്തുമ്പോൾ നമ്മൾ വില പേശാറുണ്ട് അല്ലെ. ബാർഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വില പേശുന്നതല്ലേ. ഓക്കെ, നമ്മളിപ്പോ കരാറിൽ ഏർപ്പെടുമ്പോൾ നമ്മളൊരു എഗ്രിമെന്റിൽ ഒപ്പുവെക്കാറുണ്ട്. അങ്ങനെയല്ലേ കരാറിൽ ഏർപ്പെടുന്നത്? അങ്ങനെയാണോ? നമ്മൾ ഒപ്പുവെക്കുമ്പോ ആ ചർച്ച നടത്തി കുറെ നാള് ആ കരാറ് നമ്മൾ കൊണ്ടുപോകണം ഇല്ലേ, എന്നാലും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ അല്ലെ. ഇപ്പൊ ഒരു 2 മാസത്തേക്കൊക്കെയാണ് കരാർ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മെറ്റീരിയൽ ആണ് അവര് തരുന്നത്, സപ്ലൈർ തരുന്നത് ഒരു മെറ്റീരിയൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാസം കഴിഞ്ഞാൽ എന്താണ്, ചിലപ്പോ നമ്മൾ പറഞ്ഞ വിലക്ക് ആയിരിക്കില്ല തരുന്നത് അല്ലെ. 2 മാസമാണ് കരാർ എന്ന് പറയും. 2 മാസം കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള വില കൂട്ടിയോ അല്ലെ, വില നല്ല രീതിയിൽ കൂട്ടി നമുക്ക് ചിലപ്പോ തരാനായിട്ട് അവര് സന്നദ്ധരാവുള്ളൂ. അപ്പൊ അതാണ് പറയുന്നത്, ചർച്ച അല്ലെങ്കിൽ ഈ കരാറ് നമ്മൾ ഒപ്പുവെക്കുമ്പോൾ കൂടുതൽ നാളത്തേക്ക് നമ്മൾ കരാറ് ഒപ്പുവെക്കണം, കരാറ് നീട്ടിക്കൊണ്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്താണ്, 2 മാസം അല്ലെങ്കിൽ 3 മാസത്തേക്കൊക്കെയാണ് നമ്മൾ കരാറ് വെക്കുന്നതെങ്കിൽ ആ ഡേറ്റ് കഴിയുമ്പോൾ അവർക്ക് എന്താണ്, ആ മെറ്റീരിയലിന് വില കൂട്ടി വിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ലാസ്റ്റ് പോയിന്റ് അതാണ് അവിടെ പറയുന്നത്. To see that the distance future of the organization is not bargained for the present. Okay, ഒന്ന് വായിച്ചു നോക്കി. നെഗോഷിയേഷൻ എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഒബ്ജക്റ്റീവ്. ഇത്രയും പോയിന്റ്സ് ഒന്ന് നോക്കാം, എന്നിട്ട് ബാക്കി നെക്സ്റ്റ് പോയിന്റ് പറയാം കേട്ടോ. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ്, ensure that the terms and conditions are settled in apparent terms and nothing is left to interpretations which may result in misunderstanding and bitterness. Okay, എന്താണ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാല്? എന്താണ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ്? തെറ്റിദ്ധാരണ. ഇനി ബിറ്റർനെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബിറ്റർനെസ് എന്താണ്? ബിറ്റർനെസ് എന്ന് പറഞ്ഞാല് വിദ്വേഷം അല്ലെങ്കിൽ കയ്പ് എന്നൊക്കെ പറയാം നമുക്ക് കേട്ടോ. വിദ്വേഷം അല്ലെങ്കിൽ കയ്പ്. ഓക്കെ, അപ്പോ
നമ്മൾ പറഞ്ഞു കരാറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞ് സെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ നമ്മള് കുറച്ച് കാര്യങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ സെറ്റിൽ ചെയ്യുകയും അതുപോലെ തന്നെ അങ്ങനെ സെറ്റിൽ ചെയ്യുമ്പോൾ ഒരാൾക്ക്, രണ്ടാളാണ് കരാറിൽ ഏർപ്പെടുന്നത് അല്ലെ, മറ്റൊരാൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ ബിറ്റർനെസ്, വിദ്വേഷമോ ടൈപ്പോ ഉണ്ടാക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അതൊന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. രണ്ടാളുകൾ തമ്മില് നമ്മൾ എന്ത് ചെയ്യുമ്പോ കരാറിൽ ഒപ്പുവെക്കുമ്പോ കുറച്ച് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടാവും. അത് രണ്ടാൾക്കും ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ വേണം നമ്മൾ ഒപ്പുവെക്കാനായിട്ട്. അല്ലെങ്കിൽ എന്താണ്, ഒരാൾക്ക് നല്ല രീതിയിലും മറ്റൊരാൾക്ക് അത് വിദ്വേഷമോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയോ ഉണ്ടാക്കാത്ത രീതിയിൽ വേണം നമ്മൾ സെറ്റിൽ ചെയ്യാനായിട്ട്. ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ്, നമുക്കറിയാം തന്ത്രങ്ങൾ അല്ലെ. സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, തന്ത്രങ്ങളാണ്. ഓക്കെ, അപ്പോ പ്ലാൻ ഓഫ് ആക്ഷൻ ഡിസൈൻഡ് ടു അച്ചീവ് ലോങ് ടേം എയിം ആൻഡ് ടാക്ടിക്. ടാക്ടിക്സ് എന്താ, ടാക്ടിക് എന്ന് പറഞ്ഞാലും തന്ത്രങ്ങൾ തന്നെയാണ് കേട്ടോ. ടാക്ടിക് ആർ ദ വൈറ്റൽ പാർട്ട് ഓഫ് നെഗോഷിയേഷൻ. ഇനി നെഗോഷിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലോങ് ടേമിലേക്കായിരിക്കണം ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. നമുക്കറിയാം കരാറിൽ ഒപ്പുവെക്കുമ്പോ 1 മാസത്തേക്കോ 2 മാസത്തേക്കോ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ 2 മാസം കഴിഞ്ഞാൽ കരാർ അവിടെ തീരും അല്ലെ. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, വലിയ വിലയ്ക്കൊക്കെ മെറ്റീരിയൽസ് വാങ്ങി സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഒപ്പ് വെക്കുമ്പോ എന്താണ്, സ്ട്രാറ്റജീസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യണം. ലോങ് ടേം ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഉതകുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കരാറുമായിട്ട് പോകാനായിട്ട്. ഓക്കെ, ഈ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ടാക്ടിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വൈറ്റൽ പാർട്ട് ഓഫ് നെഗോഷിയേഷൻ ആണ്, ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ്. ആരുടെ, നെഗോഷിയേഷന്റെ, കരാറിന്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ടാക്ടിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെഗോഷിയേഷൻ കമ്മിറ്റി ഇൻക്ലൂഡ്സ്, അണ്ടർലൈൻ ചെയ്തേ, നെഗോഷിയേഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, പർച്ചേസ് മാനേജർ ഉണ്ടാവും, ഫിനാൻസ് മാനേജർ ഉണ്ടാവും, പർട്ടിക്കുലർ പേഴ്സൺ ഫ്രം ദ യൂസർ ഡിപ്പാർട്ട്മെന്റ്. യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്താണ്, യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അതിനെയാണ് നമ്മൾ യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ ആ യൂസർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പർട്ടിക്കുലർ പേഴ്സണും ആ കമ്മിറ്റിയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതുപോലെ തന്നെ ആൻഡ് മോസ്റ്റ്ലി പ്രോബബ്ലി അഡ്മിനിസ്ട്രേഷൻ ഓൾസോ. എന്താണ്, ഒരു പക്ഷേ ഇനി അഡ്മിനിസ്ട്രേഷനും ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടാം. ഇത്രയും പേരാണ് നെഗോഷിയേഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത്. പർച്ചേസ് മാനേജർ ഉണ്ടാവും, ഫിനാൻസ് മാനേജർ ഉണ്ടാവും, അതുപോലെ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന ആ ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഉണ്ടാവും, ചിലപ്പോ ആരും ഉണ്ടാവും, അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവും. ഇനി എന്താണ് പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ. നെഗോഷിയേഷന്റെ പ്രോസസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. 3 ഫേസസ് ഉണ്ട് നെഗോഷിയേഷൻ. ചർച്ചയുമായിട്ട് കരാറുമായിട്ട് ബന്ധപ്പെടുമ്പോ 3 ഫേസസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ഫേസ് എന്താണ്, പ്രീ നെഗോഷിയേഷൻ ഫേസ്. എന്താണ്, നെഗോഷിയേഷന് മുമ്പുള്ള ഫേസ് അല്ലെ, ചർച്ചയ്ക്ക് മുൻപുള്ള ഫേസ് ആണ് എന്ത്, പ്രീ നെഗോഷിയേഷൻ ഫേസ്. ഇനി അതിന് എന്തൊക്കെ സ്റ്റെപ്പുകളാണുള്ളത്, 5 സ്റ്റെപ്പുകളാണ് ചർച്ചയ്ക്ക് മുമ്പുള്ള സ്റ്റെപ്പുകളായിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി മെറ്റീരിയലിനെ കുറിച്ച് കറക്റ്റ് ഇൻഫർമേഷൻ അറിയണം. ഇനി എന്താണ്, അനലൈസ് ദ കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ വിത്ത് അതർ ടെൻഡേഴ്സ്. ഇനി നമ്മള് ഇപ്പോ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ടെൻഡർ ക്ഷണിക്കുന്നു. കണ്ടിട്ടുണ്ടോ നിങ്ങള്? കാണാത്തവര് പേപ്പറൊക്കെ വായിച്ചു നോക്കാട്ടോ, അപ്പൊ കാണും. ടെൻഡർ വിളിക്കുന്നു, ടെൻഡർ ക്ഷണിക്കുന്നു, കണ്ടിട്ടില്ലേ? കണ്ടവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല ടെൻഡേഴ്സുമായിട്ട് നമ്മൾ ഇൻഫർമേഷൻ നോക്കണം. എന്തൊക്കെയാണ് അതിൽ അടക്കുന്ന ഇൻഫർമേഷൻസ്. നമ്മുടെ ഇപ്പൊ മെറ്റീരിയൽ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ഉണ്ടോ, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റിക്ക് അവർ തരും, എത്ര പ്രൈസിന് തരും, എന്നൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുണ്ടാവും. എല്ലാ ഡീറ്റെയിൽസും എന്തിലുണ്ടാവും,
ഈ ടെൻഡറിൽ ഉണ്ടാവും. ടെൻഡർ എന്ന് പറഞ്ഞാല് കരാറ് തന്നെയാണ് കേട്ടോ. പേപ്പറിൽ കാണാത്തവര് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് പേപ്പറിൽ ഉണ്ടാവും. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ്, നമ്മൾക്ക് യോജിച്ച മെറ്റീരിയൽസ് ഉണ്ടോ, നമ്മൾക്ക് യോജിച്ച ക്വാണ്ടിറ്റിയിലാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, വിശകലനം ചെയ്യണം. അതാണ് എന്ത്, അനാലിസിസ്. ദേവസ്വം കാര്യങ്ങൾ. ഓക്കെ, അപ്പോ അനാലിസിസ് കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ വിത്ത് അതർ ടെൻഡേഴ്സ്. അതിൽ പറയുന്നത് നമുക്ക് യോജിച്ചതായിട്ടുള്ള ഇൻഫർമേഷൻസ് വിശകലനം ചെയ്യാം. ഇനി എന്താണ്, ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ഹൗ മച്ച് മാക്സിമം വി ക്യാൻ ഗോ. ഇനി എന്താണ്, നമുക്ക് എത്രത്തോളം നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും, ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എത്രത്തോളം മുൻപോട്ട് പോകാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ്. സ്ട്രാറ്റജീസ് അറിയാലോ, തന്ത്രങ്ങള് ഡെവലപ്പ് ചെയ്യാൻ, വികസിപ്പിക്കുക. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്, പ്രിലിമിനറി ടാക്ടിക്. ടാക്ടിക് എന്ന് പറഞ്ഞാലും തന്ത്രങ്ങൾ തന്നെയാണ് കേട്ടോ. എന്താണ്, പ്രാഥമിക തന്ത്രങ്ങൾ അല്ലെ. ഇപ്പോ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. കിങ് ലെയർ നിങ്ങൾ കണ്ടിട്ടില്ലേ, ദിലീപിന്റെ ഫിലിം കണ്ടിട്ടുണ്ടോ നിങ്ങള്? കിങ് ലെയർ കണ്ടിട്ടില്ലാത്തവര് കണ്ടു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ കിങ് ലെയറില് അവര് ഒരു ക്രീമിനെ പറ്റിയിട്ട്, ക്രീമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ്സിന് അതിന് മുമ്പ്, ആ പ്രൊഡക്റ്റ് ഇറക്കുന്നതിന് മുൻപ് അവര് ചർച്ച നടത്തിയിട്ടുണ്ട് അല്ലെ, ചർച്ച നടത്തുന്നുണ്ട് ഇല്ലേ, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട്. അതാണ് പ്രാഥമികമായിട്ടുള്ള അല്ലെങ്കിൽ പ്രിലിമിനറി ടാക്ടിക് എന്ന് പറയുന്നത്. എന്താ അതിൽ പറയുന്നത്, അവര് 1 മാസം കൊണ്ട് ഉപയോഗിക്കുന്ന ക്രീം, അതിന്റെ പാളിന്റെ വലിപ്പം കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 1/2 മന്ത് കൊണ്ട് തന്നെ ഉപയോഗിച്ച് തീരും അല്ലെ. അതാണ് പ്രാഥമിക തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഓരോ ബിസിനസ്സുകാരും മെനയുന്ന പ്രാഥമിക തന്ത്രങ്ങളാണ്. മനസ്സിലായോ? കിങ് ലെയറിൽ ദിലീപിന്റെ ഫിലിമാണ്. അതിനകത്ത് അവര് പ്രാഥമിക തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. എന്താണ്, ആ ക്രീം വേഗത്തിൽ അവരുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, മാർക്കറ്റിലോട്ട് ഇറക്കാനായിട്ടും നല്ല രീതിയിൽ സെയിൽ ഉണ്ടാവുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെന്താണ് മെനയുന്ന തന്ത്രം എന്ന് പറഞ്ഞാല്, 1 മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് ഉപയോഗിച്ച് തീർക്കേണ്ട ക്രീം അതിന് ആ ഹോളിന്റെ വലിപ്പം കൂട്ടിക്കഴിഞ്ഞാല് നമ്മളിങ്ങനെ നെറ്റിക്കൊടുക്കുമ്പോ എന്താണ് കൂടുതൽ വരും അല്ലെ, ഹോളിന്റെ വലിപ്പം കൂട്ടിയാല്. അപ്പൊ എന്താണ്, അതെടുത്ത് പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഹോളിന്റെ വലിപ്പം കൂട്ടുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്ന, അതിൽ പറയുന്ന ആ പ്രാഥമിക ടാക്ടിക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് പ്രീ നെഗോഷിയേഷൻ ഫേസിൽ വരുന്നത്. 5 കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, 5 കാര്യങ്ങളാണ്. കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി മെറ്റീരിയൽ, അനാലിസിസ് കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ വിത്ത് അതർ ടെൻഡേഴ്സ്, objectives define how much maximum we can go, developing of strategies, preliminary tactic. ഇനി എന്താണ്, നെക്സ്റ്റ് ഫേസ് ആണ് മീറ്റിംഗ് ഫേസ്. നോക്കിയേ, നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് മീറ്റിംഗ് ഫേസ്. will not be completed in one meeting. ഒരു മീറ്റിംഗ് കൊണ്ട് കംപ്ലീറ്റ് ആകുന്നില്ല. ഇനി എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്ന മീറ്റിംഗ്സ് നോക്കിയേ, ഡിവൈഡഡ് ഇൻടു 3 ഉണ്ട്. Exploratory meeting, discussion meeting, agreement meeting. 3 രീതിയിലാണ് ഇവിടെ മീറ്റിംഗ് ഉള്ളത് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്. ടു പാർട്ടീസ് ഇൻട്രൊഡ്യൂസ് themselves and information analyzed. എന്താണ് ഫസ്റ്റ് അവര് എക്സ്പ്ലോറേറ്ററി മീറ്റിംഗിൽ എങ്ങനെയാണ്, 2 പാർട്ടീസും അല്ലെ, ബയർ ഉണ്ടാവും സെല്ലറും ഉണ്ടാവും. അവരെന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, സ്വന്തമായിട്ട് അവര് പരിചയപ്പെടുത്തുകയും ആൻഡ് ഇൻഫർമേഷൻ അനലൈസ്ഡ്, ഇൻഫർമേഷൻസ് വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. അതാണ് എക്സ്പ്ലോറേറ്ററി മീറ്റിംഗിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഡിസ്കഷൻ മീറ്റിംഗ്. ഇഷ്യൂസ് ഡിസ്കസ്ഡ്. ഇനി എന്തൊക്കെയാണ്, എനിക്ക് ഇത്ര ക്വാണ്ടിറ്റിയിൽ തരാൻ പറ്റോ, ഇത്ര പ്രൈസിന് തരാൻ പറ്റോ എന്നുള്ളത് അവര് പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുന്നുണ്ട്. അതാണ് ഡിസ്കഷൻ മീറ്റിംഗ്. ഇനി എന്താണ് നെക്സ്റ്റ്, എഗ്രിമെന്റ് മീറ്റിംഗ്. എഗ്രിമെന്റ് റീച്ച് and the contract is signed by the both the parties. അപ്പൊ എന്താണ്, എഗ്രിമെന്റില് 2 പാർട്ടീസും ചർച്ച വന്നു,
ചർച്ചയിൽ രണ്ടുപേർക്കും സമ്മതമാണെങ്കിൽ എന്ത് ചെയ്യും? എഗ്രിമെന്റില് രണ്ട് പാർട്ടീസും സൈൻ ചെയ്യുന്നു. അതാണ് എഗ്രിമെന്റ് മീറ്റിംഗ്. ക്ലിയർ ആയോ? അപ്പൊ 3 മീറ്റിംഗ് ആണ് പറഞ്ഞത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്, അതുപോലെ ഡിസിഷൻ മീറ്റിംഗ് ഉണ്ട്, എഗ്രിമെന്റ് മീറ്റിംഗ് ഉണ്ട്. ഇനി നെക്സ്റ്റ് നോക്കി, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഓർ എക്സിക്യൂട്ടീവ് ഫേസ്. അണ്ടർലൈൻ ചെയ്യാം. പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസിനെ പറയുന്ന മറ്റൊരു പേര് ചോദിക്കാവുന്നതാണ്, എക്സിക്യൂട്ടീവ് ഫേസ്. അപ്പൊ എന്താണ്? എഗ്രിമെന്റ് ക്യാരിഡ് ഔട്ട്. ഇവിടെ എന്താണ്? എഗ്രിമെന്റ് നടപ്പിലാക്കുന്നു. ഓക്കെ, അതിന് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട്. നമുക്ക് നോക്കാം, സ്റ്റെപ്പുകൾ നോക്കാം. ടു പ്ലേസ് ദ പർച്ചേസ് ഓർഡർ. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഓർഡർ കൊടുക്കും അല്ലെ, ഇത്ര സാധനം വേണം, ഇത്ര ക്വാണ്ടിറ്റിയിൽ വേണം എന്ന് പറഞ്ഞിട്ട് പർച്ചേസ് ഓർഡർ കൊടുക്കും. ഇനി നെക്സ്റ്റ് എന്താണ്? ഇൻസ്പെക്ഷൻ അറ്റ് ദ സോഴ്സസ്. എന്താണ്? നമ്മൾ ആരിൽ നിന്നാണോ മെറ്റീരിയൽസ് സ്വീകരിക്കുന്നത് അതാണ് നമ്മുടെ സോഴ്സസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മളിപ്പോ സപ്ലയറുടെ കയ്യിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. അപ്പോ നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് ആരാണ്? സപ്ലയർ ആണ്. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ഷൻ ചെയ്യാം. സപ്ലയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യണം. ഇനി എന്താണ്? ടു റിസീവ് എ പാർട്ടിക്കുലർ ഐറ്റം ഇൻ ഔട്ട് സ്റ്റോർ. ഇനി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഓർഡർ കൊടുത്തു, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്തു, നമ്മളെ കയ്യിലോട്ട് എന്ത് കിട്ടി? ഐറ്റംസ് കിട്ടിയല്ലേ, ഐറ്റംസ് കിട്ടി. ഇനി എന്താണ്? ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമൈസസ്. എന്താണ്? മെറ്റീരിയൽസിന് ഹോസ്പിറ്റൽസിൽ എന്തെങ്കിലും എന്താണ് കറക്റ്റ് ആയിട്ട് നമ്മൾ പരിശോധിക്കുക. നമ്മുടെ കയ്യിലോട്ട് കിട്ടി, റിസീവ് ചെയ്ത ആ മെറ്റീരിയൽസിൽ എന്തെങ്കിലും കേടുപാടുകളുണ്ടോ അല്ലെ, ഡാമേജുകളുണ്ടോ, ക്വാളിറ്റിയിലാണോ തന്നിരിക്കുന്നത്, ഇത്ര ക്വാണ്ടിറ്റി ആണോ, ചിലപ്പോ 10 പറഞ്ഞാൽ ചിലപ്പോ 8 ഒക്കെ ഉണ്ടാവുള്ളൂ അവർ കൊണ്ടുവരുമ്പോ. അപ്പൊ അതൊക്കെ കറക്റ്റ് ആണോ, എത്ര എണ്ണമുണ്ട്, എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ളത് നമ്മള് എന്ത് ചെയ്തു? ചെക്ക് ചെയ്തു. അതാണ് ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമൈസസ്. ഇനി എന്താണ്? ആക്സെപ്റ്റ് ഓർ റിജക്റ്റഡ്. നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റിയില് ക്വാളിറ്റിയില് നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രൈസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ആക്സെപ്റ്റ് ചെയ്യും. ഇനി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡാമേജുകളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്? അതെന്ത് ചെയ്ത് കൊടുക്കും? അവർക്ക് തിരിച്ചു കൊടുക്കും അല്ലെ, നമ്മൾ റിജക്റ്റ് ചെയ്യും. ഇനി എന്താണ്? ആക്സെപ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യും? റെക്കോർഡഡ് ഇൻ സ്റ്റോക്ക് രജിസ്റ്റർ. സ്റ്റോക്ക് രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുന്നു. ഇനി ഇൻസ്റ്റാളിംഗ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഓർ സ്റ്റോറിംഗ്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാല് ഒരു സ്ഥിര ആസ്തിയാണ് കേട്ടോ. നമ്മള് നെക്സ്റ്റ് പോർഷനിലൊക്കെ പഠിക്കും ക്യാപിറ്റൽ അസറ്റിനെ കുറിച്ച് കേട്ടോ, ക്യാപിറ്റൽ എക്യുപ്മെന്റിനെ കുറിച്ച്. അപ്പോ സ്ഥിരം ആസ്തിയാണ്. ഫോർ എക്സാമ്പിൾ പറയാം, മെഷീൻസ്, അതുപോലെ ഓട്ടോക്ലേവ്സ്, പല പല മെഷീൻസ് ഒക്കെ ഉണ്ടാവില്ലേ, സ്കാനിങ് മെഷീൻസ് ഒക്കെ നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്നാണ് പറയുന്നത്. വളരെ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഐറ്റംസ്. ഓക്കെ, ക്ലിയർ ആയോ? ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാല് വളരെ വില കൂടുതലുള്ള എക്യുപ്മെന്റ് ആണ്. അപ്പൊ അത് ഒരു സ്ഥിരം ആസ്തിയാണ് അല്ലെ. നമുക്ക് കുറെ നാളുകൾ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെഷീൻസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറെ നാൾ നമുക്ക് ഉപയോഗിക്കാം. അത് നമുക്ക് എന്താണ്? ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആണ്, ഫിക്സഡ് അസറ്റ് ആണ് ഇല്ലേ. അപ്പൊ ഒരു സ്ഥിര ആസ്തിയാണ്, അസറ്റ് ആണ് കേട്ടോ. അപ്പൊ അതെന്ത് ചെയ്തു? അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെ. മെഷീൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തു, പിന്നീട് എന്ത് ചെയ്തു? പേയ്മെന്റ് നടത്തി. അവർക്ക് എന്ത് കൊടുക്കണം? അവിടെ നിന്ന് വാങ്ങിച്ചാൽ മാത്രം പോരല്ലേ, അവർക്ക് എന്ത് കൊടുക്കണം? തിരിച്ച് ക്യാഷ് നമ്മൾ പേയ്മെന്റ് നടത്തണം അല്ലെ. പേയ്മെന്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ക്ലിയർ ആയോ? ലാസ്റ്റ് സ്റ്റെപ്പിൽ കേട്ടോ. ഓക്കെ, എക്സിക്യൂട്ടീവ് സ്റ്റെപ്പ്. അപ്പൊ ഫസ്റ്റ് പറഞ്ഞത് ടു പ്ലേസ് ദ ഓർഡർ, പർച്ചേസ് ഓർഡർ, ഇൻസ്പെക്ഷൻ അറ്റ് ദ സോഴ്സസ്, to receive a particular item in our store, inspection at our premises, accept or reject, record in stores, register, installing or storing, payment. ആഴ്ചയ്ക്ക് ഇത്രയും കാര്യങ്ങള്.
എന്താ ബൻഷീറ? എക്സ്പ്ലോറേറ്ററി എന്ന് പറഞ്ഞാല് പരിശോധിക്കുന്ന. വായിച്ചു നോക്കാട്ടോ ഓരോ കാര്യങ്ങളും. ക്ലിയർ ആണോ? നെക്സ്റ്റ് ആണ് പർച്ചേസിംഗ് പ്രൊസീജിയർ. നമ്മൾ എങ്ങനെയാണ് പർച്ചേസിംഗ് നടത്തുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഓർഡർ പ്രൊസീജിയർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓരോ സ്ട്രക്ചറിൽ ഓരോ ഓർഡേഴ്സിലാണ് നമ്മൾ പോണത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? പർച്ചേസിംഗ് റിക്വസിഷൻ. എന്താണ് റിക്വസിഷൻ എന്ന് പറഞ്ഞാല്? എന്താ മീനിങ്? റിക്വസിഷൻ എന്താ മീനിങ് വരുന്നത്? റിക്വസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭ്യർത്ഥന അല്ലെ? അഭ്യർത്ഥന അല്ലെങ്കിൽ ആവശ്യപ്പെടല്, ആവശ്യപ്പെടുക അല്ലെങ്കിൽ അഭ്യർത്ഥന. നോക്കാം. റിസീവ്ഡ് ഫ്രം യൂസർ ഡിപ്പാർട്ട്മെന്റ് ടു ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, DPPT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഷോർട്ട് ഫോംസ് ആണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലേ ഹോസ്പിറ്റലിൽ നിന്ന്. റേഡിയോളജി ഉണ്ട്, ENT ഉണ്ട്, കാർഡിയോളജി ഉണ്ട് അല്ലെ? അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. പല ഡിപ്പാർട്ട്മെന്റിലും യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഡിഫറെന്റ് ആണ്. അവർക്ക് അപ്പൊ മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വന്നു കഴിയുമ്പോൾ ആരോടാണ് പറയുന്നത്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് പറയോ അല്ലെ? ഞങ്ങൾക്ക് ഇന്ന മെറ്റീരിയൽ വേണം. അല്ലെങ്കിൽ ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങിക്കാറ്? ഇല്ല അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് പറയുന്നു. ഇനി നോക്കിയേ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ. ഇനി അവര് പറയുമ്പോ എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്? ക്വാണ്ടിറ്റി, എനിക്ക് ഇത്ര മെറ്റീരിയൽസ് വേണം അല്ലെ? അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ്. ചില മെറ്റീരിയൽസിനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? എന്താണ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാല്? ഇന്ന പാർട്ടിക്കുലർ മെറ്റീരിയൽ വേണം പറഞ്ഞിട്ടുണ്ടാവില്ലേ? അതാണ് ഒരു പാർട്ടിക്കുലർ മെറ്റീരിയൽ. അതിനെയാണ് നമ്മൾ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡേറ്റ് ഇൻ വിച്ച് ദ ഐറ്റം ഷുഡ് ബി റിസീവ്ഡ്. ഇന്ന ഡേറ്റിന് ഞങ്ങൾക്ക് വേണം. ഓക്കെ, ഇത്ര എണ്ണം വേണം, ഇന്ന മെറ്റീരിയൽ ആയിരിക്കണം, ഇന്ന ഡേറ്റിന് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അഭ്യർത്ഥന എവിടേക്ക് പോകുന്നുണ്ട്?
പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകുന്നു. അതാണ് പർച്ചേസ് റിക്വസിഷൻ. ഇനി എന്താണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് നടത്താറുണ്ട്? എൻക്വയറി നടത്താറുണ്ട് അല്ലെ? അതാണ് നെക്സ്റ്റ് പർച്ചേസ് എൻക്വയറി. From purchase department to the supplier include lead time, quantity and specification. ഇവരെന്ത് ചെയ്യും? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് പല സപ്ലയേഴ്സിനോടും ചേർന്ന് നമ്മൾ ചർച്ച നടത്തിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ലീഡ് ടൈം നോക്കാറുണ്ട്, എത്ര ക്വാണ്ടിറ്റിയിൽ വേണം, സ്പെസിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സപ്ലയേഴ്സിനോട് അന്വേഷണം നടത്തും അല്ലെ? എങ്ങനെയാണ് അന്വേഷണം നടത്തുന്നത്? നോക്കിയേ, quotations from supplier to the purchase department includes price of the material and quantity etc. നമ്മൾ പറഞ്ഞില്ലേ എന്താണ്? ടെൻഡേഴ്സ് ക്ഷണിക്കുന്നു, പേപ്പറിൽ കാണാറില്ലേ? അല്ലെങ്കിൽ എന്താണ് പല കൊട്ടേഷൻസ് എന്ന് പറഞ്ഞാലും കരാറ് തന്നെയാണ് കേട്ടോ. അപ്പൊ എന്താണ് പല സപ്ലയേഴ്സുമായിട്ട് നമ്മൾ നോക്കി നമ്മൾക്ക് യോജിച്ച സപ്ലയേഴ്സ് ആരാണോ അല്ലെങ്കിൽ ഇന്ന ക്വാണ്ടിറ്റിയിൽ തരുന്നത് ഇന്ന പ്രൈസിന് തരുന്നത് ആരാണോ എന്നുള്ളത് നമ്മൾ നോക്കുന്നു. നെക്സ്റ്റ് നോക്കാം, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് കമ്പയർ ഡിഫറെന്റ് കൊട്ടേഷൻസ്. പല കൊട്ടേഷൻസ് ഉണ്ടാവും, പല ടെൻഡേഴ്സ് ഉണ്ടാവും അല്ലെ, കരാറുകൾ ഉണ്ടാവും. അതിനകത്ത് നമ്മൾക്ക് യോജിച്ച അല്ലെങ്കിൽ നമ്മളുടെ പ്രൈസിൽ മെറ്റീരിയൽസ് തരുന്ന സപ്ലയർ ആരാണോ എന്നുള്ളത് നമ്മൾ നോക്കും. എന്നിട്ട് അവരുമായിട്ട് നമ്മൾ എൻക്വയറി നടത്തി ചർച്ചകൾ നടത്തി കരാറിൽ ഒപ്പുവെക്കുന്നു. ക്ലിയർ ആയോ? 3 കാര്യങ്ങളും കണക്ട് ചെയ്തിട്ടൊന്ന് നോക്കാട്ടോ. ക്ലിയർ ആണോ? ഓക്കെ. ഇനി എന്താണ് നമ്മൾ എന്ത് ചെയ്യും? പർച്ചേസ് ഓർഡർ കൊടുക്കും അല്ലെ? നമ്മളുടെ ആ പ്രൈസിന് തരുന്ന സപ്ലയർ ആരാണോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് യോജിച്ച സപ്ലയറിനെ നോക്കി നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുക്കും. നോക്കിയേ, പർച്ചേസ് ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ സപ്ലയർ. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഗൽ, നിയമപരമായിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. ആരൊക്കെ തമ്മിലാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും സപ്ലയറും തമ്മിലുള്ള ഒരു നിയമപരമായിട്ടുള്ള ഡോക്യുമെന്റിനെയാണ് നമ്മൾ പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. നോക്കിക്കോളൂ, the purchase order is a document created by the buyer. അണ്ടർലൈൻ ചെയ്യാം. പർച്ചേസ് ഓർഡർ കൊടുക്കുന്നത് ആരാണ്? ബയർ ആണ്. ആ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ബയർ ആണ്, വാങ്ങുന്ന ആളാണ് അല്ലെ? വാങ്ങുന്ന ആൾക്കാണ് ഇന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അയാളാണ് ആ ഓർഡർ കൊടുക്കുന്നത്. അപ്പൊ പർച്ചേസ് ഓർഡർ കൊടുക്കുന്നത്, ആ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ബയർ ആണ്, വാങ്ങുന്ന വ്യക്തിയാണ്. And serves the purpose of ordering goods from the supplier. Every purchase order should contain the correct date, name and addresses of the hospitals and suppliers, description of goods, price of the item, order number, terms and conditions. Cash purchase ആണോ ക്രെഡിറ്റ് പർച്ചേസ് ആണോ എന്നുള്ളത്, മോഡ് ഓഫ് പേയ്മെന്റ് ചെക്ക് ആണോ ക്യാഷ് വഴിയാണോ എന്നുള്ളത്. ഇനി എന്താണ്? സിഗ്നേച്ചർ ഓഫ് ദി ഓതറൈസ്ഡ് പേഴ്സൺ. ഇത്രയും കാര്യങ്ങൾ എന്തിലുണ്ടാവും? ഈ എഗ്രിമെന്റില് ഈ ഡോക്യുമെന്റിൽ ഉണ്ടാകുന്നുണ്ട്. ക്ലിയർ ആണോ? പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും സപ്ലയറും തമ്മിലുള്ള ലീഗൽ ഡോക്യുമെന്റ് ആണ്. അതുപോലെ തന്നെ ഈ പർച്ചേസ് ഓർഡർ ക്രിയേറ്റഡ് ബൈ അല്ലെ ചോദിക്കാറുണ്ട് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ബയർ ആണ്. ഇതൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഓർഡർ കൊടുക്കും അല്ലെ, സപ്ലയറിന് ഓർഡർ കൊടുക്കും. ഇനി അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്? കറക്റ്റ് ഡേറ്റ്, നെയിം, അഡ്രസ് ഓഫ് ദി ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഗുഡ്സ്, പ്രൈസ്, ഓർഡറിംഗ് നമ്പർ ഉണ്ടാവും, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ക്യാഷ് പർച്ചേസ് ആണോ ക്രെഡിറ്റ് പർച്ചേസ് ആണോ, മോഡ് ഓഫ് പേയ്മെന്റ് ക്യാഷ് ആണോ ചെക്ക് ആണോ എങ്ങനെയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ സിഗ്നേച്ചർ, അംഗീകരിക്കപ്പെട്ട ഓതറൈസ്ഡ് പേഴ്സന്റെ ആ സിഗ്നേച്ചർ എന്തിലുണ്ടാവും? ഡോക്യുമെന്റിൽ ഉണ്ടാകുന്നുണ്ട്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ആണ് ഇൻവോയ്സ് ബില്ല്. ഇൻവോയ്സ് ബില്ലും ഇമ്പോർട്ടന്റ് ആണ്. ഇൻവോയ്സ് ബില്ല് അറിയാലോ? എന്താണ് ഇൻവോയ്സ് ബില്ല് എന്ന് പറഞ്ഞാല്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? ഇൻവോയ്സ് ബില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡീറ്റെയിൽഡ് ബില്ലാണ് അല്ലെ? എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ഉണ്ടാകുന്നത്?
ഡീറ്റെയിൽഡ് ബില്ലാണ്. എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? പ്രൈസ്, ഫ്രം, ടു, ഡേറ്റ്, ഓക്കെ, എല്ലാ കാര്യങ്ങളും അല്ലെ. ഐറ്റത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ കസ്റ്റമറുടെ എല്ലാ ഡീറ്റെയിൽസും എന്തിലുണ്ടാവും? ഇൻവോയ്സ് ബില്ലിൽ ഉണ്ടാവും. നോക്കിക്കോളൂ. The invoice is created by supplier. അണ്ടർലൈൻ ചെയ്തേ. ഇൻവോയ്സ് ബില്ല് ക്രിയേറ്റ് ചെയ്തത് ആരാണ്? സപ്ലയർ ആണ്. സപ്ലയർ എന്ന് പറഞ്ഞാൽ വിതരണക്കാരൻ. And shows how much the buyer required to pay for goods bought from the supplier, given by the suppliers to purchase department. When the item is distributed, the bill are created by the finance or account department. അപ്പൊ എന്താണ് ഈ ബില്ല്? എന്ത് ചെയ്യും? ഈ സപ്ലയർ ക്രിയേറ്റ് ചെയ്തിട്ട് ആർക്ക് കൊടുക്കുന്നുണ്ട്? ആരെ കാണിക്കുന്നുണ്ട്? ബയ്യറെ കാണിക്കും അല്ലെ. ായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആ ബില്ല് ആര് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? സപ്ലയർ ക്രിയേറ്റ് ചെയ്ത് ബയ്യർക്ക് കൊടുക്കുന്നു. ബയ്യർ ആ ബില്ലും കാര്യങ്ങളും വെച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് അതിനുശേഷം ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലെ. ഐറ്റംസ് കൊടുക്കുന്നു. ഐറ്റംസ് കൊടുത്തിട്ട് അതെന്ത് ചെയ്യും? ആ ബില്ല് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലിയർ ചെയ്യണ്ടേ? അക്കൗണ്ട്സ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലോട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ ആയോ? ഇത്തരം കാര്യങ്ങളാണ് ഇൻവോയ്സ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ചെറിയൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ പ്രൊസീജിയർ തന്നെ ചെറുതാക്കി 3 രീതിയിൽ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഫസ്റ്റ് വൺ പറഞ്ഞത് പ്രീ പർച്ചേസ് സിസ്റ്റം. പർച്ചേസിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്? ആദ്യം നമ്മള് റിക്വസിഷൻ കൊടുക്കും അല്ലെ. അഭ്യർത്ഥന നടത്തും. ഞങ്ങൾക്ക് ഇന്ന മെറ്റീരിയൽ വേണം, ഇന്ന ഐറ്റം വേണം, ഇത്ര ക്വാണ്ടിറ്റിയിൽ വേണം എന്ന് പറഞ്ഞ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് അഭ്യർത്ഥന കൊടുക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും അവര്? അഭ്യർത്ഥന എന്ത് ചെയ്യുന്നുണ്ട്? അഭ്യർത്ഥന മാനിക്കുകയും അത് പർച്ചേസ് എൻക്വയറി അന്വേഷണം നടത്തും അല്ലെ. സപ്ലയേഴ്സിനോട് അന്വേഷണം നടത്തി. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ റിസീവ് ദ കൊട്ടേഷൻസ് ആൻഡ് കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഓരോ കൊട്ടേഷൻസ് നോക്കി നമ്മൾക്ക് യോജിച്ച സപ്ലയർ ഏതാണോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് അവരുമായിട്ട് ചർച്ച നടത്തുന്നു. ഇനി എന്താണ്? ഓർഡർ കൊടുക്കാറുണ്ട് അല്ലെ. നമ്മൾ ഓർഡർ കൊടുക്കും. സപ്ലയറെ കണ്ടെത്തി കഴിഞ്ഞാൽ എന്താണ്? ഓർഡർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓർഡറിംഗ് സിസ്റ്റം, പ്രിപ്പയറിംഗ് ഓഫ് പർച്ചേസ് ഓർഡർ ആൻഡ് ഫോളോ അപ്പ്. ഓർഡർ കൊടുത്തു. അതിനുശേഷം എന്താണ്? പോസ്റ്റ് പർച്ചേസ് സിസ്റ്റം. മെറ്റീരിയൽ നമ്മുടെ കയ്യിലേക്ക് റിസീവ് ചെയ്യുന്നു, അവരെത്തിക്കുന്നു. നമ്മൾ ഇൻസ്പെക്ഷനുകൾ നടത്തുന്നു. നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റിയിലാണോ, ക്വാളിറ്റിയിലാണോ, പ്രൈസിലാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തു. ഇനി എന്താണ്? അവർക്ക് പേയ്മെന്റ് കൊടുത്തു. ബില്ല് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പേയ്മെന്റ് ഓഫ് ബില്ല്. അയച്ചു നോക്കിയൊന്ന്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് ആണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം അല്ലെ, ഫിക്സഡ് അസറ്റ് ആണ്, സ്ഥിര ആസ്തിയാണ്, വളരെ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഐറ്റംസ് ആണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്.
അപ്പൊ നമുക്ക് നോക്കാം അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഒരു 4 പോയിന്റിലാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ. അതൊരു എന്താണ്? മേജർ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയാൻ പറ്റും അല്ലെ. ഒരു പ്രധാന ഒരു നിക്ഷേപമാണെന്ന് പറയാൻ പറ്റും. ഇപ്പോ നമ്മുടെ വീട്ടിലൊക്കെ നമ്മള് കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒരു നിക്ഷേപമാണെന്ന് പറയാൻ പറ്റില്ലേ? നമുക്ക് എന്താണ് ലോങ് ടേം യൂസിന് വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലുകളിലും ഒരു മെഷീൻസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സ്ഥിരമായിട്ട് അല്ലെ ലോങ് ടേമിൽ കുറെ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി എന്താണ്? നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസ്. നമ്മൾ എപ്പോഴെപ്പോഴും അത് വാങ്ങിക്കണോ? വേണ്ട. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്? മണി സേവ് ചെയ്യാൻ പറ്റും അല്ലെ. പെട്ടെന്ന് റിപ്പയർസ് വരില്ല, മെയിൻ്റെനൻസ് വർക്കൊന്നും വരില്ല. നമുക്ക് എന്താണ്? കുറെ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് എപ്പോഴെപ്പോഴും നമുക്ക് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി എന്താണ്? ഇൻക്ലൂഡ് ദ മേജർ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. എന്താണ്? ഇങ്ങനെയുള്ള പല മെഷീൻസ് വാങ്ങിക്കുകയാണെങ്കിൽ ഓട്ടോക്ലേവ്സ് ആവാം, അല്ലെങ്കിൽ എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ സ്കാനിങ് മെഷീൻസ്, ഇതൊക്കെ ആവാം ഇങ്ങനെയുള്ള സ്ഥിര ആസ്തികൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വാങ്ങിക്കുമ്പോൾ ഹോസ്പിറ്റലുകളിലെ മേജർ ഓപ്പറേഷൻസിന്, ഹോസ്പിറ്റലുകളിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് അത് സഹായിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെയുള്ള മെഷീൻസ് ഇല്ലേ? ഓക്കെ, അതാണ് പറയുന്നത് ഇൻക്ലൂഡ് ദ മേജർ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഇനി എന്താണ്? നെക്സ്റ്റ് വൺ അണ്ടർലൈൻ ചെയ്യാം. ഇൻ ദ കേസ് ഓഫ് ഫിനാൻഷ്യൽ ഓർ അക്കൗണ്ടിംഗ് ടേംസ്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഈസ് കോൾഡ്. എന്താണ്? അക്കൗണ്ടിംഗ് ടേംസില് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ടേംസില് സ്ഥിര ആസ്തികളെ പറയുന്ന പേരാണ് ഫിക്സഡ് അസറ്റ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ചോദിക്കാറുണ്ടേ. അക്കൗണ്ടിംഗ് ടേംസില് ക്യാപിറ്റൽ എക്യുപ്മെന്റിനെ പറയുന്ന പേരാണ് ഫിക്സഡ് അസറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഫിക്സഡ് അസറ്റിൽ വരുന്നത് കേട്ടോ. ഒരു മേജർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുപോലെ ഇപ്പോഴെപ്പോഴും നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല അല്ലെ. മണി സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങൾക്കും അത് സഹായകരമാണ്. അതുപോലെ തന്നെ അക്കൗണ്ടിംഗ് ടേംസില് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ടേംസുമായിട്ട് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റിനെ പറയുന്നത് എന്താണ്? ഫിക്സഡ് അസറ്റ് എന്നാണ്. അണ്ടർലൈൻ ചെയ്യാം. അക്കൗണ്ടിംഗ് ടേംസിൽ പറയുന്നത് കൊമേഴ്സുകാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാല് ഫിക്സഡ് അസറ്റ് ആണ്. അവർ പഠിച്ചിട്ടുണ്ട്. ഇത്രമാത്രം മനസ്സിലാക്കാം. വളരെ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഐറ്റംസ്, ഇപ്പൊ മെഷീൻസ് ഒക്കെ എന്താണ്? നല്ല വില കൊടുത്താണല്ലേ നമ്മൾ വാങ്ങിക്കുന്നത്. അത് ദീർഘനാളത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു സ്ഥിര ആസ്തി, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. സ്ഥിരമായിട്ടുള്ളൊരു അസറ്റ് ആണ്, ഒരു ആസ്തിയാണ്. കൊമേഴ്സ് ആൻഡ് ബികോമില് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇത്ര വരെയും ക്ലിയർ ആണോ? ഇത്ര വരെയും മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇത്രയും വായിച്ച് പഠിച്ചിട്ട് വരാം. ഓക്കെ ആണോ? ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ ആണ്. താങ്ക് യു. ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു.